ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. അപ്പം ഞങ്ങളൊരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണ്. എറണാകുളം വരെയാണ്. ചെറിയൊരു പർച്ചേസിങ്, പിള്ളേരെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. ഞാൻ അനുജൻ വരാനായിട്ട് കാത്തിരുന്നു, ഒരു ചെറിയ പർച്ചേസിങ് ഒക്കെ നടത്താനായിട്ട്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അനുജൻ പറഞ്ഞു നമുക്ക് എറണാകുളം അങ്ങ് വിടാമെന്ന് പറഞ്ഞു. പിള്ളേരെയൊക്കെ നമ്മുടെ അച്ഛമ്മേനെ അപ്പച്ചനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് സല്ലപിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഒരുമിച്ചുള്ള യാത്ര ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് രണ്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. വണ്ടി നമ്മൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും അകത്തൽ വരാമല്ലോ, അതാണ് പ്ലാൻ. പക്ഷേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമോ അതോ നമ്മൾ കഴിച്ചിട്ട് വരുമെന്ന് അറിയാം. അപ്പം ട്രെയിനിലൊക്കെ കയറി കൊച്ചുവർത്താനൊക്കെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തിരക്കൊന്നുമില്ലായിരുന്നു, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പം കഴിക്കണം. വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളപ്പം പയ്യെ ഒരു കട തപ്പി ഇങ്ങനെ ഇറങ്ങി. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും നോൺ വെജ് വല്ലതും കഴിക്കാമെന്ന്. അപ്പോൾ അവൾക്ക് രാവിലെ ഒരു ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാം നോൺ വെജ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തപ്പിച്ച് നടക്കുവാണ് എന്തെങ്കിലും വെജ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ശരവണാസ് വന്നു ദൂരെ. അപ്പം ഞങ്ങൾ ഇതുണ്ട് ശരവണാസിലോട്ട്, ശരവണ ഭവനിൽ, കറക്റ്റ്. അപ്പോൾ ശരവണ ഭവൻ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ശരവണ ഭവനിലോട്ട് ഞങ്ങൾ കയറി അവിടെ ഇരുന്നു. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നാലൊരു നെയ് റോസ്റ്റും മസാല ദോശയും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പൂരി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്യാം. മസാല ദോശ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മസാല ഞാൻ കഴിക്കുമ്പോഴേക്കും എപ്പോഴും വേസ്റ്റ് ചെയ്യുവേ. അതുകൊണ്ട് ഞാനോർത്ത് അനുച്ചാൻ്റെ ഇച്ചിരി എടുത്തങ്ങ് ഇസ്കി കഴിക്കാമെന്ന് വിചാരിച്ചാൽ. പക്ഷേ അല്ലേ ശരിക്കും സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെയ് റോസ്റ്റും അവൾ മസാല ദോശയും കഴിച്ചോണക്കായി. ചുമ്മാ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. എനിക്കൊരു തരി മസാല എനിക്ക് കിട്ടിയില്ല. അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല 3 തരം ചട്നി ഉണ്ടായിരുന്നു. തേങ്ങാ ചട്നി, ഉള്ളിയും നമ്മുടെ ടൊമാറ്റോയും കൂടെയുള്ള ചട്നി, പിന്നെ മിൻറ്റ് ചട്നി, പിന്നെ നല്ല ഒന്നാന്തരം സാമ്പാർ, ഒരു നല്ല അടിപൊളി കാപ്പി. ഇത്രയും കൂടെ കഴിച്ചപ്പം വയറ് നല്ലോണം നിറഞ്ഞു. നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് മെട്രോയിൽ കയറാൻ പോകും. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. അതുകൊണ്ട് അഞ്ചാനോട് നീ തന്നെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, 2 ടിക്കറ്റ് എടുത്തു. ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്താൽ ഞങ്ങളെ കടത്തി വിടുന്നില്ല. അല്ല, അത് നമ്മളൊരു പോയിന്റ് അവിടെ കറക്റ്റായിട്ട് അത് സെൻസ് ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആകുള്ളൂ, അതുകൊണ്ടാണത്. പക്ഷേ അഞ്ചാനെ കടത്തി വിട്ടില്ലായിരുന്നു, വേറെ കാര്യം. പുള്ളി സെക്യൂരിറ്റി ഒന്നാണ് അഞ്ചാനെ ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റൊക്കെ എടുത്ത് ചുമ്മാ അങ്ങ് പറയാനായിട്ട് പറ്റും, പുള്ളി ഉന്തി വിടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി മെട്രോയിൽ കയറാൻ പോവാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് മെട്രോയിൽ കയറണമെന്ന്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് പനമ്പള്ളി നഗറിലേക്ക് നമുക്ക് പോകേണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടവന്ത്രയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. നമ്മളവിടെ ഇറങ്ങിയിട്ട് പതുക്കെ നമ്മൾ പനമ്പള്ളി നഗറിലേക്ക് നമുക്ക് പോകാമെന്ന്, അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചപ്പോൾ യാത്ര ഇപ്പോൾ നമ്മൾ തുടങ്ങിയേക്കുന്നത്. അപ്പം അടുത്ത സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ഇറങ്ങണം. പക്ഷേ എന്തൊരു സുഖമാണെന്നറിയാമോ, ഫുള്ള് AC ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ATM സെൻറ്ററിൽ പോയ പോലെയുള്ള ഒരു അവസ്ഥയായി കേട്ടോ. നല്ല അടിപൊളി തണുപ്പും ഇച്ചിരി നേരത്തേക്ക് നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുക. അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പനമ്പള്ളി നഗറിലേക്ക് ഞങ്ങൾ എത്തി. ഞങ്ങളുടെ ലക്ഷ്യം ഫസ്റ്റ് ഞങ്ങൾ ദ സോൾ എന്ന് പറയുന്ന ഒരു ബൊട്ടിക്കൂലോട്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് കേട്ടോ. ഇവിടെ ലേഡീസിൻ്റെയാണ് ഐറ്റംസ് ഉള്ളത്. അപ്പം കുറേ കുർത്തീസും അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണം എടുക്കാൻ വന്നാൽ ഞാൻ 2 എടുത്തു കേട്ടോ. അതുപോലെ സൂപ്പർ കളക്ഷനായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷനൊക്കെ അല്ലേ നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം എടുത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഡൂപ്ലി, ആമസോൺ, മീഷോ ഒക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ 2 പർച്ചേസ് ചെയ്തു. അതിൻ്റെ കളക്ഷനൊക്കെ കുറച്ച് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം അൻസാനാകതയുടെ ഇന്നത്തെ ക്യാമറാമാന് അതുകൊണ്ട് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇതെൻ്റെത് മാത്രം അഭിപ്രായമാണ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയാകത്തില്ല എന്ന് എനിക്ക് പിന്നെ പണി തരാൻ വേണ്ടിയിട്ടാണ് അവൾ ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് ഇനി അടുത്ത ക്യാമറയ്ക്ക് വീണ്ടും എന്നെ ക്യാമറമാൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലക്ഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളപ്പോഴല്ലേ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആകെ 10 ദിവസമേ ഉള്ളൂ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണ്ടേ. നോക്കിക്കേ, കളക്ഷനൊക്കെ നോക്കിക്കേ, അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നോക്കാം കേട്ടോ. ഇവിടുത്തെ ഓണറിനെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ.
അപ്പം ഒത്തിരി സംസാരിച്ചു. പുള്ളിക്കാരുടെ പേര് മറന്നുപോയി കേട്ടോ ആക്ച്വലി. അപ്പം ഒത്തിരി പുള്ളിക്കാരി വന്ന ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല ഒരു കസ്റ്റമർ ഡീലിംഗ് ആയിരുന്നു. അപ്പം ഇത് ആദ്യത്തേത് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ട് നോക്കിയില്ല കേട്ടോ ഞാൻ ഈ ഡ്രസ്സ്. ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചു വന്നത്. കാരണം അൻഷാൻ ഇടാൻ പോകുന്ന ബ്ലൂ ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എങ്കിൽ പിന്നെ ബ്ലൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ചുമ്മാ ഒരെണ്ണം നോക്കിയതാണ്, കഫ്താന്. അതുപോലത്തെ കഫ്താൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഗ്രീൻ മാത്രം ഞാൻ നോക്കി, പിന്നെ പിങ്ക് എടുത്തു, പിന്നെ അതേണ്ട ലാവൻഡർ. ഇത്രയും കളേഴ്സ് ഞാൻ ഇട്ട് നോക്കി. ഇതിനകത്ത് ഏതായിരിക്കും ഞാൻ ഇട്ടതെന്നറിയാം. ഞാൻ ആ പിങ്കാണ് ഇതിനകത്തുനിന്ന് ഹോളി കമ്മ്യൂണിയന് നമ്മൾ എടുത്തത്. മറ്റേത് ലാവൻഡറും എടുത്തിട്ടുണ്ട്. 2 ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഡ്രസ്സെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് പൈസ അനുചായൻ്റെ മനസ്സും വിഷമിച്ച് അനുചായം പൈസ കൊടുത്തു. വിഷമിച്ചാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത ഓട്ടോ കയറി നമ്മൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ കടവന്ത്ര വൃത്തിയിൽ ഞങ്ങൾ ലുലു മാളിൽ ലക്ഷ്യമാക്കി. ഇനി ബാക്കിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ലുലുന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തേണ്ട് ലുലു മാളിൽ ഇറങ്ങി. അതിന് ഇച്ചിരി യാത്ര ഉണ്ടായിരുന്നു, കുറച്ച് യാത്രയുണ്ട്. ഞങ്ങൾ ലുലുവിൽ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ലുലുവിൽ ഒരു 3-4 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും വരുന്നത് കാറയിലാണേ. അപ്പം ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇപ്രാവശ്യം സ്വസ്ഥമായിട്ട് ഞങ്ങൾ 2 പേരും വർത്താനമൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് വന്നതാണ്. അപ്പം ഞങ്ങൾ ലുലുവിൽ കയറാൻ പോവാണ്. ലുലുവിൽ കയറിയിട്ട് ഇനി പിള്ളേർക്കുള്ളതുണ്ട്, പിന്നെ സമയം കിട്ടുവാണെങ്കിൽ കെട്ടിയവനും എല്ലാം എടുക്കണം. അപ്പം ഞങ്ങൾ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് ലോക്കർ ഓപ്പൺ ചെയ്തു. കാരണം ലഗേജ് എല്ലാം അതിനകത്ത് വെച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ. അപ്പോഴാണ് വീണ്ടും വിശപ്പ്. എങ്കിൽ പിന്നെ പാറയണി പോയി ഒരു ബിരിയാണി കഴിക്കാമെന്ന് അങ്ങ് വിചാരിച്ച് ബിരിയാണിയും വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാണുന്നത്. ഞങ്ങളവിടെ ആദ്യമേ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാണ്ടൻ ചിക്കൻ എന്ന് പറഞ്ഞ ചിക്കനാണ്. ഞങ്ങൾ സ്ഥിരമായി എപ്പം പോയാൽ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു ഡിഷാണിത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ പോയപ്പോൾ അല്ലെങ്കിൽ ഇതിന് മുന്നേ എപ്പം കഴിച്ചിട്ടുണ്ടോ അതേ ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ പോയി പറയുന്ന ഒരു ഡിഷാണ്, ഞങ്ങളൊരു സ്റ്റാർട്ടറാണ് പാണ്ടൻ ചിക്കൻ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ, നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സോസും ഒരു ചെറിയ മധുരം, പുളിപ്പ് എല്ലാം ഉണ്ടായിരുന്നു, എരിവ് എല്ലാം കൂടെ ഉള്ള ഒരു സോസും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മട്ടൻ ബിരിയാണി നമുക്കറിയാം, പാരഗണിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് പാരഗണിലെ മട്ടൻ ബിരിയാണി എന്ന് പറയുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പാരഗണിലെ മട്ടൻ ബിരിയാണി. അത് അവളുടെ ഇതാണ്. കാരണം എൻ്റെ മാത്രം തെറ്റായിരിക്കും അത്. എൻ്റെ ഒരു നാക്കിൻ്റെ ടേസ്റ്റിൽ എനിക്കത് അത്ര. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും അവർക്കൊക്കെ ഇഷ്ടമുള്ളതാണ് പാരഗണിലെ ബിരിയാണി. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇഷ്ടമുണ്ടായി, എന്നാലും ഒത്തിരി എന്ന് പറയാനായിട്ട് ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ R&B പോയതേണ്ട പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ മേടിക്കണം. കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ച് ഡ്രസ്സ് മേടിക്കണം. പിന്നെ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഡ്രസ്സ് മേടിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ്ടൊക്കെ കുറേ ഓഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഈ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷർട്ടും കാര്യങ്ങളുമൊക്കെ പിള്ളേർക്ക് ഡ്രസ്സ് മേടിച്ചിറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി പീറ്റർ ഇംഗ്ലണ്ടിൽ പോയി. കാരണം എനിക്കൊരു ഷർട്ട് വേണമായിരുന്നു. എൻ്റെ പിന്നെ അറിയാമല്ലോ, പൊതുവേ നമ്മൾ ബോയ്സ്, ഞങ്ങൾ ആണുങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഷർട്ട് എടുത്ത് തീരും. ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി സമയം എടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് എടുക്കാറില്ല. ചുമ്മാതാട്ടോ, ഭയങ്കര സമയം എടുത്തു. ഞാൻ അവിടെ ഇരുന്നിരുന്ന് മടുത്തു. ഞാൻ ലാസ്റ്റ് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെയൊക്കെ വായി നോക്കിക്കൊണ്ട് അങ്ങ് ഇരുന്ന്. നിനക്ക് വാങ്ങി നോക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമല്ലോ. പക്ഷേ ചുമ്മാതാണ് കേട്ടോ അവൾ പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ആദ്യമേ എടുത്തിട്ട് അതേ ഷർട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. 5-6 ഇട്ട് നോക്കിയിട്ട് ഏറ്റവും ഒരെണ്ണം എടുത്ത് കേട്ടോ. പക്ഷെ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഒരു 100 സാരിയോ അല്ല അങ്ങനെ എടുത്തിടിച്ചിട്ട് എടുക്കാതെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി പോകാറില്ല. അതൊക്കെ അത് ശരിയാണ്, നമ്മൾ അങ്ങനെയായിട്ടോ പൊതുവേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ബെൽറ്റും എടുത്ത് കേട്ടോ. ബെൽറ്റും എടുത്ത് ഈ ഷർട്ടാണ് ഞാൻ എടുത്തത്. ഇതാണ് ഞങ്ങളുടെ പരിപാടിക്ക് ഇടുന്നത്. ഇതിൻ്റെ കൂടെ മുണ്ടാണ് ഉടുക്കുന്നത്. മുണ്ട് ഉടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവെ ഒരു ബ്ലൂ ഷെയ്ഡ്സിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം പ്രത്യേകിച്ച് മുണ്ടിൻ്റെ കൂടെയും കൂടെ ആയതുകൊണ്ട് ഈ ഷർട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഫോട്ടോ ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, ഇത് ഞാൻ എടുത്തതാണ്, എൻ്റെ മാത്രം തെറ്റാണ്. അഞ്ചാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല. എൻ്റെ എടുപ്പിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാനായിട്ടാണോ.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പയ്യെ ഇറങ്ങി. പിള്ളേരെല്ലാം കാത്തിരിക്കുന്നുണ്ടായിരിക്കും വീട്ടിൽ. അച്ഛമ്മയും അപ്പച്ചനെയും ഒരു പരുവാക്കി കാണും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ലഗേജ് എല്ലാം എടുത്തു. അപ്പം ലുലുവിലേക്ക് ഞങ്ങൾ സൗത്ത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഓൾറെഡി കടവന്ത്രയിൽ നിന്ന് ലുലുവിലോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൗത്തിലേക്ക് ടിക്കറ്റ് എടുക്കാണ്ട് പിന്നെ ക്യൂ നിൽക്കേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറി ഞങ്ങൾ കടവന്ത്രയിലേക്ക് ഞങ്ങൾ യാത്രയായി. കടവന്ത്ര ടിക്കറ്റ് ഉണ്ടായത് ഞങ്ങൾ സൗത്തിലേക്ക് ഞങ്ങൾ പോയി. ഓക്കെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയ പോലെ അത്ര നല്ലൊരു യാത്രയല്ലായിരുന്നു. കാരണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇച്ചിരി സ്പേസ് കിട്ടിയപ്പോൾ ഞാനങ്ങ് ചാടിയിരുന്നു. പിന്നെ അഞ്ചായും ഫുൾ ടൈം നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡായി കേട്ടോ. പിന്നെ സൗത്തിൽ നമ്മളെത്തി. നമ്മൾ ചങ്ങനാശ്ശേരിയിലെ ട്രെയിൻ നമ്മൾ ഏകദേശം ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു. പക്ഷെ കൊല്ലത്തിലേക്കുള്ള മെമു ആണ് നമ്മൾ ട്രെയിനിന് വേണ്ടി നമ്മൾ കയറാൻ ഇരുന്നിരുന്നത്. പക്ഷെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്നപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുൻപിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ വരുന്ന മെമു അല്ലായിരുന്നു. മറ്റ് വേറെ ഏതോ ഒരു ട്രെയിന് തൽക്കാലം അന്ന് മെമു ആയിട്ട് ഓടുമായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയതേണ്ട ഞങ്ങൾ തിരിച്ചു പോകാൻ നേരം ഒരു പിള്ളേർക്ക് ഇച്ചിരി ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ച് പുതിയൊരു ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണും കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുകയാണ് ഈ ഒരു പെനി എന്ന് പറയുന്നത്. അപ്പം പെനി എന്നല്ലേ പറയുന്നത്? പെനി. അപ്പം അതിൻ്റെ അവർ റെക്കമെൻഡ് ചെയ്ത രണ്ട് ഇതാണ്. ബിസ്ക്കോട്ട് എന്ന് പറയുന്ന ഒരു ഫ്ലേവറും പിന്നെ ഒരു ബ്ലൂബെറി ഫ്ലേവർ. അപ്പം ഞങ്ങൾ ബിസ്കോട്ടോ അത് ഞങ്ങൾ ട്രൈ ചെയ്തു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അത് എന്തോ ഒരു ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് ബാക്കി ഉള്ളത് പിള്ളേർക്കും അച്ഛമ്മയ്ക്കും അപ്പച്ചനും എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ പിള്ളേരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഞാനാണ് കേട്ടോ ക്യാമറ എടുത്തത്. ഇത് പിന്നെ പിള്ളേർ വന്ന ഉടനെ ഞങ്ങൾ അങ്ങ് ചോദിക്കുന്നതിന് മുന്നേ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുത്ത് ഞങ്ങൾ സെറ്റാക്കി. പിള്ളേരെല്ലാം ഹാപ്പിയാണ്, അച്ഛമ്മയും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം വി ആർ സൈനിങ് ഓഫ് ടുഡേ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.